ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് സാധ്യത. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊപ്പത്താണ് കേട്ടോ. കൊപ്പം ഇന്ന് ദേശീയ ഉത്സവമാണ്. ഇന്നാണ് കൊപ്പം നേർച്ച. സോ എന്തായാലും ഇന്നലെ ഞാൻ തീർത്താല പോയിട്ട് കുറേ നേരം വൈകിട്ട് വീട്ടിലേക്ക് എത്തിയിട്ട് അങ്ങനെ രാവിലെ അലാറം വെച്ച് നേരത്തെ കണ്ട് ഇറങ്ങിയതാണ്. ഇവിടെ പരിപാടിയും തുടങ്ങിയിട്ടില്ല കേട്ടോ, തുടങ്ങാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് പോകാട്ടോ. നല്ല വെയിലുണ്ട്. ഇപ്പോൾ ഇനി സമയം ഞാൻ അധികം ഇല്ല ആനകളൊക്കെ നിർത്താൻ വേണ്ടിയിട്ട്, ഗജസംഗമത്തിന് വേണ്ടിയിട്ട്. അതായത് ഉച്ചയ്ക്ക് അവിടെ കുറച്ച് ആനകൾ നിർത്തുമല്ലോ, അതിന് വേണ്ടിയിട്ട്. എന്തായാലും നേരെ പോവാട്ടാ. അവിടേക്ക് ആന ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതിന്റെ ഫ്രണ്ടിലുള്ളത് പാമ്പാടി രാജനാണ്. ഇവിടെ സെന്ററിൽ തന്നെയായിട്ട് നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് എല്ലായിടത്തും ടീമുകൾ അവിടെ സെന്ററിൽ വന്നിട്ട് കൂടും. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ടീമുണ്ട്. ഇതിൽ പാമ്പാടി രാജുണ്ട്, വിനായകുണ്ട്, തെച്ചിക്കോട്ടുകാർ ദേവിദാസനൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അത് അങ്ങോട്ട് രണ്ട് ടീം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും അവിടെ സെൻറ്ററിൽ വേറെ ടീമുകൾ എത്താറായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് നിന്ന് സമയങ്ങളില്ല, നേരെ സെൻറ്റർക്ക് പോവാം. ഓക്കെ, ടീമിൻ്റെ ഒപ്പം ഉള്ള ആന നൂലാട്ടുമ്മൽ ഗണപതിയാണ് കേട്ടോ. അവിടുന്ന് ഇനി ബാക്കിയുള്ള സൈഡിൽ നിന്നൊക്കെ ആനകൾ വരും. ഇപ്പോൾ പോലീസ് ഇവിടെ സെൻറ്ററിലുള്ള വണ്ടികളൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി സമയം ആയിട്ടുണ്ട് ഏകദേശം എല്ലാ ആനകളും വരാനായിട്ട്. ഇപ്പോൾ ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇവിടെ നിന്ന് തിരിയാൻ പറ്റാത്ത രീതിയിൽ മൊത്തം ഫുള്ള് ജനങ്ങൾ വന്ന് നിറയൂട്ടാ. സോ എന്തായാലും ഞാൻ വൈകുന്നേരത്തെ വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ആ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ഇട്ടേക്ക് കേട്ടോ. ഓക്കെ, ആളിലേക്ക് ഇട്ടായിരിക്കും. അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന പാടെ നിങ്ങൾക്ക് കയറാമല്ലോ. നേരത്താണ്ട് പോയ എല്ലാ ടീമും കൊണ്ട് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ ഗജസംഗമത്തിന് വേണ്ടിയിട്ട് പോകുന്നു. ഇവിടെ ഗജസംഗമം ഇല്ല തോന്നിട്ടോ. കാരണം ഞാൻ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇങ്ങനെ നിരത്തിട്ട് ആനകൾ നിർത്തിയിട്ടുള്ള ഗജസംഗമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഇല്ല എന്നാണ് പറഞ്ഞത്. കാരണം വെയിലുകൊണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. ഇപ്രാവശ്യം ഗജസംഗമം ഇല്ല. ഇവിടെ നേരത്തെ കൂടുന്ന ആനകളൊക്കെ ഫുള്ള് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ ആ സൈഡിലുള്ളതൊക്കെ ആ ഒരു ഭാഗത്തേക്കായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് അവിടുന്ന് വേറൊരു ആന വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇല്ല, ഗജസംഗമം ഇല്ലയെന്ന് തോന്നുന്നു. ഇപ്പോൾ എത്ര 11:15 11:45 ആ സമയമാകുമ്പോൾ ഇനി കഴിഞ്ഞ പ്രാവശ്യം ഗജസംഗമം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നോക്കിക്കോട്ടെ കേട്ടോ. ആ ശരി.
എന്തായാലും ഇനി നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യട്ടെ. കാരണം ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല ഇവിടെ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമൊന്നുമല്ല, നമ്മൾ ഈ ആനകളൊക്കെ ഇപ്പോൾ ഒരുപാട് ദിവസമായിട്ട് നിങ്ങൾ കേൾക്കുന്നതല്ലോ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അതായത് ആന ഓടി ആന മത കളിക്കുന്നൊക്കെ കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി വരുന്നതായ കാരണം റെസ്ട്രിക്ഷൻ ഉണ്ട്. ടൈം ഇത്ര വരെ ആന നിർത്താൻ കൂടി, ഗജസംഗമം പാടില്ല, തലപ്പൊക്കം പാടില്ല, അങ്ങനെ റെസ്ട്രിക്ഷൻ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും നിർത്തിയിട്ടുണ്ടാവുക. സോ എന്തായാലും വൈകുന്നേരം ഇവിടെ അടിപൊളി പരിപാടിയാണ് ഉണ്ടാവാറുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പരിപാടിയൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. നമ്മൾ കഴിഞ്ഞ 2 പ്രാവശ്യം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. സോ എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് വൈകുന്നേരം കാണാം. ഓക്കെ, ബൈ 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 ബൈ. പിന്നെ ഒരു കാര്യം കൂടിയും പറയാനുണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ തീർത്ഥാടന നേർച്ചയുടെ വൈകുന്നേരത്തെ വീഡിയോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർത്ഥാടന നേർച്ചയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ എല്ലാ ടീമുകളിൽ നിന്ന് എടുത്തിട്ട് ഏകദേശം 35 മിനിറ്റുള്ള വീഡിയോ ആണ് ഇന്നലെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഇന്നലെ എഡിറ്റും അപ്ലോഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ 2-2:30 വരെ ഞാൻ നോക്കി. പക്ഷേ അപ്ലോഡ് ആയില്ല യൂട്യൂബിൽ, എന്തൊരു യൂട്യൂബിൻ്റെ പ്രശ്നം കാരണം. അപ്പോൾ അതുകൊണ്ടാണ് അത് ഡിലേ ആയി കിടക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ എന്താ ചെറിയ ഇഷ്യൂ കാണിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേനും അത് എങ്ങനെയെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ബൈ ഗൈസ്.